നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ബി.ജെ.പിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം നേരത്തെ തന്നെ തുടങ്ങിയതാണ്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് പ്രചരണം അത് അടുത്ത ഗിയറിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ സൂചന നൽകുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇപ്പോൾ ബീഹാറിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടാനാണ് അവിടെ എത്തിയിട്ടുള്ളത്. അതായത് സീതാദേവിയുടെ ജന്മസ്ഥലമായ സീതാമാർഹിയിലാണ് അവിടെ ഒരു ജാനകി ദേവി ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വന്നിരുന്നത്. ഈ ശ്രമങ്ങൾ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ ആ ക്ഷേത്രത്തിന് അല്പസമയം മുമ്പ് തറക്കല്ല് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനുശേഷം അദ്ദേഹം ഒരു വലിയ റാലിയെ അവിടെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് മൂഡിൽ തന്നെയായിരുന്നു. അതായത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്നറിയപ്പെടുന്ന സഖ്യം RJDയുടെ നേതൃത്വത്തിലാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണി ഉള്ളത്. അതായത് കോൺഗ്രസ്സിനല്ല അവിടെ പ്രാധാന്യം, RJDയാണ് ആ മുന്നണിക്ക് അവിടെ നേതൃത്വം നൽകുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ഒപ്പമുണ്ട് എന്നുള്ളതാണ്. ഇപ്പുറത്ത് BJPയും മറ്റ് ചില പാർട്ടികളും ഒപ്പമുണ്ട്. JDU, നിതീഷ് കുമാറിൻ്റെ JDU ഉൾപ്പെടെയുള്ള പാർട്ടികളുമാണ് ഇപ്പുറത്ത് NDA സഖ്യം. NDA ആണ് ഭരണത്തിലുള്ളത്. NDAക്ക് ഭരണ തുടർച്ച നേടിയേ മതിയാകൂ എന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകൾ പ്രകാരവും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുൻതൂക്കമുള്ളത് NDAക്ക് തന്നെയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങൾ അതിനുശേഷമാണ് വരുന്നത്. അതിനുശേഷമുള്ള അഭിപ്രായ സർവേകളുടെ ഫലം ഇതുവരെയും അറിവായിട്ടില്ല. എന്തായാലും NDAക്ക് തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ മുന്നേറ്റം അല്ലെങ്കിൽ ഒരു മുൻതൂക്കം ബീഹാർ സംസ്ഥാനത്തുള്ളത്. NDA ഭരണ തുടർച്ച നേടും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒട്ടനവധി ജനകീയ പദ്ധതികൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി NDA സർക്കാർ പ്രഖ്യാപിച്ചു വരികയാണ്. സ്ത്രീകൾക്ക് ജോലി, സർക്കാർ ജോലിയിൽ സംവരണം, വൈദ്യുതി സൗജന്യമായി നൽകുക, ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് വൈദ്യുതി സൗജന്യമായി നൽകുക, ഇങ്ങനെയുള്ള വലിയ പദ്ധതികൾ, യുവാക്കളെയും സ്ത്രീകളെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, ഇതെല്ലാം തന്നെ ഇതിനോടകം തന്നെ ബീഹാർ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നറിയപ്പെടുന്ന SIR ആണ്. അതായത് ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലേക്ക് ഇന്ത്യൻ പൗരന്മാരല്ലാത്ത അനധികൃതമായി രാജ്യത്തിനകത്ത് കുടിയേറിപ്പാർത്ത ബംഗ്ലാദേശികൾ ഉണ്ട്. ആ ബംഗ്ലാദേശികളെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ, കൃത്യമായ വോട്ടർ പട്ടിക പരിശോധനയിലൂടെ, സൂക്ഷ്മ പരിശോധനയിലൂടെ പുറത്തേക്ക് കളയുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഉള്ളത്. ആ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ സംസ്ഥാനത്തെ മുസ്ലിങ്ങളെ വോട്ടർ ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തു കളയാനുള്ള BJPയുടെ ശ്രമമാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതായത് വർഷങ്ങളായി അതിർത്തി കടന്ന് അനധികൃതമായി സംസ്ഥാനത്തെത്തുന്ന ആളുകൾക്ക് റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ ഒപ്പിച്ചു കൊടുത്ത് അവരുടെ വോട്ടേഴ്സായി നിലനിർത്തിയിരുന്നു. അവരുടെ RJDയും കോൺഗ്രസും എല്ലാം അവരുടെ സ്വന്തം വോട്ട് ബാങ്കായി നിലനിർത്തിയിരുന്നു. ഇത് ഭരണഘടനാപരമായി ശരിയല്ല. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് വോട്ടവകാശമുള്ളത്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് SIR നടത്തുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് അനർഹർ എന്ന് കണ്ടെത്തി ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുള്ളത്. SIRന്മേൽ വലിയ പ്രതിഷേധമാണ് പാർലമെൻറ്റിലും മറ്റും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മുസ്ലിങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തു കളയാനുള്ള മാർഗമാണിത് എന്നാണ് അവർ ആരോപിക്കുന്നത്. അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ അതിനാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ സീതാമാർഹിയിൽ നടന്ന റാലിയിൽ, വൻപിച്ച ജനലക്ഷങ്ങൾ തന്നെ പങ്കെടുത്ത റാലിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത്. അതായത് SIR മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പ്രതിപക്ഷത്തിന് ഈ പറയുന്ന ബംഗ്ലാദേശികളുടെ വോട്ട് കൊണ്ട് ജയിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരവസരം തൻ്റെ പാർട്ടി നൽകില്ല. ഈ SIR എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ ആദ്യമായി കൊണ്ടുവന്ന കാര്യമൊന്നുമല്ല. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ നടത്തിയിരുന്നു. 2003 ബീഹാറിൽ ഇത്തരത്തിലുള്ള SIR നടന്നിരുന്നു. സത്യത്തിൽ 2003 ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടവരാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇത്തവണ വിധേയരാകുന്നതും. അതുകൊണ്ട് തന്നെ അത് നിയമവിധേയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപ്രകാരം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെ എതിർക്കാൻ ആർക്കും കഴിയില്ല. തീർച്ചയായും ആ കാര്യവുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ SIRനെ എതിർക്കുന്നത് പ്രതിപക്ഷം തോൽവി ഉറപ്പിച്ചതുകൊണ്ടാണ്. അതായത് നാളെ എന്തായാലും തോറ്റു കഴിഞ്ഞാൽ ഈ SIR കാരണമാണ്, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നടത്തിയ കൃത്രിമം കാരണമാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴേ SIRനെ കോൺഗ്രസ് എതിർക്കുന്നത് എന്നും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി
പറഞ്ഞു വയ്ക്കുകയാണ്. സത്യത്തിൽ ഈ വലിയ റാലി ഒരു തെരഞ്ഞെടുപ്പ് റാലിയായി തന്നെ മാറുകയാണ്. അതായത് സീതാദേവി അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയ സർക്കാർ തന്നെ ഇപ്പോൾ ബീഹാറിലെ സീതാദേവിയുടെ ജന്മസ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുകയാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് 800 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ സീതാദേവി ക്ഷേത്രം വികസിപ്പിക്കും കേന്ദ്ര സർക്കാർ എന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ സീതാദേവിയുടെ ക്ഷേത്രത്തിൽ നിന്നും ജാനകീദേവി ക്ഷേത്രത്തിൽ നിന്നും അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിലേക്കുള്ള റോഡ് റെയിൽ കണക്ടിവിറ്റികൾ അത് ഉറപ്പാക്കാനും അത്തരത്തിലുള്ള പദ്ധതികൾ ഉടൻ ആരംഭിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ ജനസഞ്ചയം തന്നെയായിരുന്നു അമിത്ഷായുടെ ഈ റാലിക്ക് എത്തിയത്. അമിത്ഷാ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അതായത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് അടുത്ത ഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ആ ഘട്ടത്തിന് തിരികൊളുത്തുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.